25 Jahre alt. Meine komme aus Indien und ich wohne in Kerala. Ich habe meine 12. Klasse in 2023 geschlossen und seit 1 Jahr lerne ich Deutsch. Meine Muttersprache ist Malayalam, aber ich spreche Englisch, Malayalam und Deutsch. In meiner Familie haben wir 5 Personen. Mein Vater ist ein Unternehmer und meine Mutter ist eine Hausfrau und ich habe 2 Schwestern. Meine erste Schwester ist eine Krankenschwester und meine zweite Schwester lernt IELTS. Und meine Hobbys sind Reise und Yoga machen. Ja, das ist alles über mich. Vielen Dank. എത്ര നാളെടുത്തു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ടോട്ടല്? മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ജർമ്മൻ ലാംഗ്വേജ് എനിക്ക് 9 മാസം. ലാംഗ്വേജ് എടുത്തു. 9. ഓക്കെ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്യില്ല. ഇല്ല. ബി ഫ്രാങ്ക്, ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്, ക്ഷമിക്കാൻ പറയുന്നതല്ല. 2-3 കാര്യങ്ങളുണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ്, നമ്മുടെ അപ്പിയറൻസ്. ഇതിപ്പോ മോശമെന്നല്ല പറഞ്ഞു, കുറച്ചും കൂടി നമ്മൾ ഇന്റർവ്യൂവിനോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഗ്രൂമൊക്കെ ചെയ്തിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, സൂമിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഏതാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന്, ഇപ്പൊ ഞാനിപ്പോ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടില്ലേ, അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടി വെട്ടം ആയിട്ട് നമ്മളെ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും ഈ ലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ സംസാരിക്കുന്നത് കണ്ണാടി പിടിച്ച് വെച്ച് പറഞ്ഞേക്കുന്ന സാധനമാണ് ഉള്ളി എന്ന് പറയണം. അവരതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ എല്ലാ പിള്ളേരെയും കാണുന്നതാണ്, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ സംതിങ് ഡിഫറെന്റ് ആയിട്ട് പറയണം. എന്തുകൊണ്ട് അവർ നമ്മൾ ചൂസ് ചെയ്യണം? ഓക്കെ. നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മളുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ പറയുക. ലാസ്റ്റ് പറയുമ്പോൾ ഐ ആം എ പോസിറ്റീവ് തിങ്കർ, പങ്ക്ച്വൽ ആൻഡ് എ കോൺഫിഡന്റ് പേഴ്സൺ. അത് കോൺഫിഡന്റ് ആയിട്ട് പറയണം. പിന്നെ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ്, നോട്ട് ചെയ്ത കാര്യങ്ങളാണ്. അവർ ഇതുപോലെ ഒരു ചെക്ക് പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു 8-9-10 ചെക്ക് പോയിന്റ്സ് ഉണ്ടാവും. അതില് 6ന് മുകളിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് പാസ്സാവുള്ളൂ. ബാക്കി എല്ലാവരും റിജക്ട് ചെയ്യും. അപ്പൊ നമ്മളുടെ ഫസ്റ്റത്തെ അപ്പിയറൻസ്, ക്യാമറ വരുമ്പോൾ ഉള്ള ഒരു അപ്പിയറൻസ്, നമ്മളുടെ വോയിസ്, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിച്ചാൽ മതി. എംപ്ലോയർ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ അവരെ നമ്മുടെ മുന്നിൽ അവരിയ്ക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറയുന്നില്ലേ, അത് ആ ഓർത്ത് പറയുന്നില്ല ഓരോ കാര്യങ്ങള്, ആ ഒരു സംഭവമില്ലേ, അത് ഒഴിവാക്കണം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ. നിങ്ങൾ ജർമ്മൻ സംസാരിക്കുന്നുണ്ട്, കുഴപ്പങ്ങളില്ല. ഇതായിട്ട് പിന്നെ ബാക്കിയുള്ളത് അവരാണ് പറയുന്നത്. പക്ഷെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുന്നേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും? മേഘ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരാരും ഇത് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഒരിടത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്ട് ആയതായിരുന്നേ. അപ്പം ഫുൾ മൊഡ്യൂൾ വേണമായിരുന്നു അവിടെ. അപ്പൊ ഞങ്ങൾക്ക് നവംബർ വരെ ടൈം തന്നു. ഇന്റർവ്യൂ എങ്ങനെയെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടല്ല കാര്യം, നമ്മൾ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്താലല്ലേ. മീൻസ് ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടോ? പിന്നെ പ്രയോജനപ്പെടുന്നുണ്ടോ? ഏ പറയുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചേ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലൂടെ അവർ എടുക്കും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഹോബീസ് ഒക്കെ പറയുമ്പോൾ ഈ ജർമ്മനുമായിട്ട് കണക്ട് ചെയ്താന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്തെങ്കിലും ഹോബീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ നമ്മൾ തന്നെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മിറർ പ്രാക്ടീസ് ചെയ്ത് നല്ലതായിരിക്കും ഇന്റർവ്യൂവിനായിട്ടെ. നമ്മളുടെ കോൺഫിഡൻസ് കൂടും. പിന്നെ കണ്ടിന്യൂസ് ജർമ്മൻ വെബ് സീരീസ് ഒക്കെ കാണുക. അതുപോലെ തന്നെ സാധാരണ എപ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുന്ന ടൈം നോർമലി? പറഞ്ഞോ, മടിക്കണ്ട, എല്ലാരും പല ടൈമാണ്. 10 മണി. 10 മണിയാവും. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒരു 1 മന്ത് കൃത്യമായിട്ട് ഒരു 1 അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു 1 അവർ മതി, ക്വാളിറ്റി ആയിട്ട് ടൈം പഠിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി ഇമ്പാക്ട് ചെയ്യും, നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തും. അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മളുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളില്ലേ, അതിലൊക്കെ ഈ ജർമ്മൻ പേരുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഇപ്പൊ പേന എടുക്കുന്നു, അതുപോലെ തന്നെ വീട്ടിലുള്ള ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ,
ഇതിലൊക്കെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ പോയിട്ടുള്ള പിള്ളേർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 മന്ത് ഒരു 3 മന്ത് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിരിക്കുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ എളുപ്പമാണ്. ഈ സാധനം എന്താ നമ്മൾ ആലോചിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജർമ്മൻ ഉപയോഗിക്കുന്നില്ലല്ലോ അധികം. അതുകൊണ്ടാണ് പിന്നെ പാട്ടുകൾ കേൾക്കുക, ഇതുപോലെ വെബ് സീരീസ് കാണുക, കണ്ടിന്യൂസ് ഡയറി എഴുതുക. നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ജസ്റ്റ് എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു മാസം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. നമ്മളുടെ നോളജ് കൂടും. പിന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ A1 A2 ബേസിക് ലെവലൊക്കെ എടുക്കാൻ പറ്റൂലോ നമുക്ക്. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നോളജ് കൂടും നമ്മളുടെ. ഇപ്പൊ പോയിട്ടുള്ള പിള്ളേരൊക്കെ ഞാനിങ്ങനെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒന്നെങ്കിലും പഠിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. B2 സിംഗിൾ മൊഡ്യൂൾസ് ഒക്കെ വെച്ച് നേരത്തെ പോയിക്കുന്ന പിള്ളേരുണ്ട്. ഈ നിയമമൊക്കെ മാറുന്നതിന് മുന്നേ കേട്ടോ, ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു സാർ ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞു കൊടുത്തതിന്റെ ഫലമായിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അവര്, സ്കില്ല് കൂടിയിട്ടുണ്ട്, എംപ്ലോയർക്ക് ഓക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുറച്ചുകൂടി വ്യത്യസ്തമാക്കും മറ്റുള്ള ഒരു സ്റ്റുഡന്റിൽ നിന്നും. അവരെന്താ, ഞാനൊരു എംപ്ലോയർ ആണെങ്കിൽ നമ്മൾ ഒരാളെ ജോലിക്ക് എടുക്കുവാണെങ്കിൽ എന്താ നോക്കുന്നത്? ഇവൻ നന്നായിട്ട് ജോലി ചെയ്യുമോ നോക്കൂലേ? ഏഹ് ഞാൻ ഒരു പൈസ തരുന്ന ആളാണ്, നോക്കൂല്ലയോ? സെയിം തിങ്. സെയിം തിങ് അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ നന്നായിട്ട് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ടെൻഷൻ ഒന്നും വേണ്ട. ചെറിയൊരു ടെൻഷൻ പോലെ ഫീൽ ചെയ്തായിട്ട് തോന്നണ്ട ആദ്യം. ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ അടിക്കാണ്ട് അറ്റൻഡ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചിട്ടുണ്ട്. യൂറോപ്പ സി മാത്രമേ പെൻഡിങ് ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? അത് ഞാൻ അയച്ചായിരുന്നു. എനിക്ക് എന്നിട്ട് ഒരു സൈറ്റ് അയച്ചായിരുന്നു, പക്ഷെ എനിക്ക് ആ, അതിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് സൈറ്റിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. യൂറോപ്പ സി ഞാൻ വേണമെങ്കിൽ ഒന്ന് മോഡൽ കാണിച്ചു തരാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. യൂറോപ്പ സി സൈറ്റിൽ കയറുക. കാണുന്നില്ലേ? കാണാം കാണാം കാണാം. കാണുന്നില്ല, ഓക്കെ. ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇത് ഇംഗ്ലീഷ് മാറ്റി ജർമ്മൻ ആക്കുക ഫസ്റ്റ് തന്നെ. അല്ല, ഇംഗ്ലീഷ് കൊടുത്താലും മതി. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ലാസ്റ്റ് ചേഞ്ച് ചെയ്യണമെന്നുള്ളൂ. കംപ്ലീറ്റ് കൊടുക്കുക, ഈ ഡീറ്റെയിൽസ് കൊടുക്കുക. ആ, ഇതെല്ലാം ഫില്ല് ചെയ്യാണ്ട്. ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് അതിലോട്ട് വരുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒരു ഒരു പോലും ഓപ്പൺ ആയി വന്നില്ലായിരുന്നു. വരും വരും വരും. ഞാൻ ആ ലിങ്കിൽ തന്നെ കയറിയാൽ മതി. ലിങ്കിൽ കിട്ടുന്നതാണ്. ലിങ്കിലേ ഞാൻ ലിങ്കിൽ തന്നെ കയറിയത്, പക്ഷെ എനിക്ക് ഇത്ര ഒന്നും ഓപ്പൺ ആയി വന്നു. സിസ്റ്റത്തിൽ നിന്നാണ് കയറിയത് അതോ ഫോണിൽ നിന്നാണ് കയറിയത്? ഫോണിന്ന്. മൊബൈൽ ഫോണിൽ ലിമിറ്റേഷൻസ് ഉണ്ടേ, ഫോണിൽ അത്രയും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇത് സിസ്റ്റത്തിൽ നിന്ന് തന്നെ എന്നാ ചെയ്യുന്നതാണ് നല്ലത്. സിസ്റ്റത്തിൽ നിന്ന് ചെയ്താലാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് അടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊരു ഇപ്പൊ നിങ്ങളുടെ ഉള്ള ഡോക്യുമെന്റ് ഇല്ലേ, അത് സാധാരണ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കിട്ടുന്നതാണ്. നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ വേറെ സിസ്റ്റത്തിലുണ്ട്, അതിലാണ് ലോഗിൻ ആയിട്ട് കൊടുക്കുന്നത് ഓൾറെഡി. അതിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് കിട്ടും. ഇതിൽ കൊടുത്താൽ മതി, കിട്ടുന്നതാണ്. വേറെ സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് ചെയ്ത് നോക്കണം. സിസ്റ്റത്തിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് എല്ലാം അടിക്കണം നമ്മള്. ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ +2 സ്ട്രീം, മാർക്കിന്റെ പെർസെൻറ്റേജ്, ഫോട്ടോ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യണേ. ഡിജിറ്റൽ സിഗ്നേച്ചർ ആഡ് ചെയ്യാനുണ്ട്. 10th +2, അതുപോലെ തന്നെ +2 സ്ട്രീം ഏതാണ്, എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്, 10th മാർക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, പിന്നെ ഫൈൻ ലാസ്റ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് സെന്റൻസ് ആഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ചെയ്യുന്ന അന്നത്തെ ഡേറ്റും അതുപോലെ തന്നെ പ്ലേസും ഉണ്ട്. ഈ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കുക, മിസ്റ്റേക്സ് ഇല്ലാണ്ട് ചെയ്യാന്നുള്ളൂ. അതും കൂടെ ചെയ്തിട്ട് ഒന്ന് അയച്ചു തരണം. എന്നാൽ ഇതെല്ലാം കൂടെ കൂടിയായിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ആ, എല്ലാ
സാറ്റർഡേയും ഇന്റർവ്യൂസ് ഉള്ളതാണ്. ഇതിപ്പോ അവധി ആയതുകൊണ്ടാണ് ഇല്ലാത്തത്, ഈ ആഴ്ച ഇല്ലാത്തത്. ആ, വരുന്ന ആഴ്ചകളിൽ എന്താണ് ഇന്റർവ്യൂ ഉണ്ടാവും. വരുന്ന ജാനുവരി ഫസ്റ്റ് വീക്ക് എന്തായാലും ഇന്റർവ്യൂ ഉണ്ടാവും. ഈ ഒരു രണ്ട് രണ്ട് ദിവസം കൂടി ഉള്ളൂ ഇനി. ന്യൂ ഇയറിന്റെ തിരക്കൂടി അതുകൊണ്ടാണ് ആ അവര് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഉള്ളതാണ്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാന്നുള്ളത് നോക്കാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇനി? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. ഈ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്രീ സെക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? എങ്ങനെയാണ് ഒരു അഭിപ്രായം? ഇപ്പൊ എന്തൊക്കെ മാറ്റം വരണമെന്ന് മനസ്സിലായി. മനസ്സിലായി? പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഉണ്ട്. സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതിനി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ നിങ്ങൾക്ക്? പ്രീ സ്ക്രീനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റുമെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, അപ്പം യൂറോപ്പ CV അയച്ചു തരിക, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. വളരെ നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പൊ അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. എപ്പോഴാന്നുള്ളതിന്റെ ലിങ്കും അയച്ചു തരാം കേട്ടോ. കറക്റ്റ് എപ്പോ വേണമെങ്കിലും ഓക്കെ റെഡി ആയിട്ടിരിക്കണം. ഇന്ന ടൈം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരങ്ങളിലാണ് വരുന്നത്. നമുക്കൊരു നാട്ടിലെ ടൈം വരുന്നത് അറൗണ്ട് ഒരു 6:30ക്ക് ശേഷമായിരിക്കും ഓൾമോസ്റ്റ് ഇന്റർവ്യൂസ് വരുന്നത്. അപ്പൊ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ. ഓക്കെ. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്.